ആകാശത്ത് നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും സത്യത്തിൽ പ്രപഞ്ചത്തിൽ അവയെല്ലാം ഭൂരിഭാഗവും വലിയ കൂട്ടങ്ങളായിട്ടാണുള്ളത്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോക്സിമ സെഞ്ചുറി എന്നാണ്. നമ്മളിൽ നിന്ന് 4.25 പ്രകാശവർഷം അകലെ കിടക്കുന്ന നക്ഷത്രം. നമ്മുടെ സൗരയൂഥത്തിനും പ്രോക്സിമ സെഞ്ചുറിക്കും ഇടയിലുള്ള സ്ഥലം ഇപ്പോൾ ഏകദേശം ശൂന്യമാണ്, ശാന്തമാണ്. എന്നാൽ 70,000 വർഷം മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. അന്ന് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം മറ്റൊന്നായേനെ. അന്ന് സൂര്യന് തൊട്ടടുത്ത് മറ്റൊരു നക്ഷത്രമുണ്ടായിരുന്നു. ഇതൊരു ചെറിയ സൂചന മാത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഏകാന്തത സൂര്യൻ്റെ യഥാർത്ഥ അവസ്ഥയല്ല. സൂര്യൻ ഒരു ലോൺലി സ്റ്റാർ ആണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. സൂര്യനും വലിയൊരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. നമുക്കൊന്ന് കാലത്തിന് പിന്നിലേക്ക് പോകാം. സൂര്യൻ ജനിച്ചപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നിരിക്കില്ല. അതൊരു വലിയ കുടുംബമായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നൂറുകണക്കിന്, ചിലപ്പോൾ ആയിരക്കണക്കിന് സഹോദരങ്ങൾ അഥവാ സോളാർ സിബ്ലിംഗ് ഉള്ള ഒരു വലിയ സ്റ്റാർ ക്ലസ്റ്ററിലായിരുന്നു നമ്മുടെ സൂര്യൻ ജനിച്ചത്. ഇവരെല്ലാം ഒരൊറ്റ അമ്മയിൽ നിന്നാണ് ജനിച്ചത്, ദ ഇൻറ്റർസ്റ്റെല്ലാർ ക്ലൗഡ്. നമ്മുടെ അന്വേഷണം ചെന്നെത്തുന്നത് ഈ കഥയുടെ ഉത്ഭവ കേന്ദ്രത്തിലാണ്, സ്റ്റെല്ലാർ നഴ്സറീസ് അഥവാ മോളിക്കുലാർ ക്ലൗഡ്സ്. ഗ്യാസും പൊടിപടലങ്ങളും നിറഞ്ഞ അതിസാന്ദ്രതയുള്ള ഭീമൻ മേഘങ്ങൾ. പ്രപഞ്ചത്തിലെ സ്റ്റാർ ക്രാഡിൽസ് ആണിവ. ഇവിടെ നടന്ന മെക്കാനിസം ഇതാണ്. പുറത്തുനിന്നുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഈ മേഘത്തിനുള്ളിൽ ചില ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ഗ്രാവിറ്റി കാരണം ഈ ഗ്യാസ് മേഘങ്ങൾ ഒരിടത്തേക്ക് ചുരുങ്ങാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഇവിടെ മർദ്ദം കൂടുകയും താപനില ഉയരുകയും ചെയ്യുന്നു. ഈ ചൂടിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുന്നു. അതോടെ അതൊരു നക്ഷത്രമായി തിളങ്ങാൻ തുടങ്ങുന്നു. പക്ഷേ സൂര്യൻ തനിച്ചല്ല അവിടെ ജനിച്ചത്. ഒരേ സമയം അനേകം നക്ഷത്രങ്ങളാണ് അവിടെ പിറവിയെടുക്കുന്നത്, ഒരൊറ്റ കോസ്മിക് ബാച്ച് പോലെ. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ 90% നക്ഷത്രങ്ങളും ജനിക്കുന്നത് ഇത്തരം കൂട്ടങ്ങളായിട്ടാണ്. സൂര്യൻ ഒരു കുടുംബമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനെന്താണ് തെളിവ്? ഇതിനുള്ള ഉത്തരം നമ്മുടെ ആകാശത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓറിയൻ നെബുല, പ്ലേഡിയസ് ക്ലസ്റ്റർ എന്നിവ ഇതിനൊരു ലൈവ് എവിഡൻസ് ആണ്. ഓറിയൻ നെബുല നക്ഷത്രങ്ങൾ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് സ്റ്റെല്ലാർ നഴ്സറിയാണ്. പ്ലേഡിയസ് അല്പം കൂടി മുതിർന്ന പുതിയ നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൂട്ടമാണ്. ലളിതമായി പറഞ്ഞാൽ 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൂര്യൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നമ്മൾ അവിടെ കാണുന്നു. അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിലേക്ക് 4.6 പ്രകാശവർഷം ദൂരമുണ്ടെങ്കിൽ അന്ന് സൂര്യൻ്റെ ബർത്ത് ക്ലസ്റ്ററിൽ വെറും 1-2 പ്രകാശവർഷത്തിനുള്ളിൽ തന്നെ അയൽക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ സൂര്യൻ ഒരു ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അന്ന് അത് തിരക്കേറിയ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത് പോലെയായിരുന്നു. സൂര്യൻ ഒരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത് എന്നതിന് ഏറ്റവും ശക്തമായ ഫോറൻസിക് തെളിവ് നമുക്ക് ലഭിക്കുന്നത് ബഹിരാകാശത്ത് നിന്ന് വീണ മീറ്റിയോറൈറ്റ്സ് വഴിയാണ്. ഈ ഉൽക്കാശിലകൾക്കുള്ളിൽ അലൂമിനിയം 26, അയൺ 60 എന്നിങ്ങനെ ചില പ്രത്യേകതരം ഐസോട്ടോപ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്മോക്കിംഗ് ഗൺ എവിഡൻസ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഉദാഹരണത്തിന് അലൂമിനിയം 26 എടുക്കാം. ഇതൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇതിന് ഏകദേശം 7,30,000 വർഷം മാത്രമാണ് അർത്ഥായുസ് ഉള്ളത്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഇത് നശിച്ച് മഗ്നീഷ്യം 26 ആയി മാറും. പക്ഷേ നമ്മുടെ സൗരയൂഥം ഉണ്ടായ സമയത്ത് ഈ ഐസോട്ടോപ്പ് ഇവിടെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഇവ ക്ഷയിക്കുമ്പോൾ പുറത്തുവിട്ട ഭീകരമായ ചൂടാണ് ആദ്യകാലത്ത് വെസ്റ്റ പോലുള്ള ഛിന്നഗ്രഹങ്ങളെ ഉരുക്കിയതും അവയ്ക്കൊരു കോറും മാൻഡിലും നൽകിയതും. ഇവിടെയാണ് സമയം വില്ലനാകുന്നത്. ഈ അലൂമിനിയം 26 ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കണം. അലൂമിനിയം 26-ന് ആയുസ് വളരെ കുറവാണ്. ഇത് സൗരയൂഥത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനർത്ഥം സൗരയൂഥം രൂപപ്പെടുന്നതിന് തൊട്ട് മുൻപ് തൊട്ടടുത്ത് എവിടെയോ ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളൊരു കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്നു എന്ന് കരുതുക. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും ഉരുകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കട തൊട്ടടുത്ത് തന്നെയാണെന്നാണ്. ദൂരെയായിരുന്നെങ്കിൽ അത് ഉരുകിപ്പോയേനെ. അതുപോലെയാണ് ഈ ഐസോട്ടോപ്പുകളും. അവ നശിക്കുന്നതിന് മുൻപേ സൗരയൂഥത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നൽകിയത് സൂര്യൻ്റെ ഒരു സഹോദരൻ തന്നെ ആയിരിക്കണം. അതായത് സൂര്യൻ്റെ ഒരു വലിയ സഹോദരൻ എക്സ്പ്ലോഡ് ആയപ്പോൾ ഉണ്ടായ സ്ഫോടനത്തിൽ നിന്നാണ് നമ്മുടെ സൂര്യനും സൗരയൂഥവും ജീവൻ വച്ചത്. ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ ആ സഹോദരങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അവരെ കണ്ടെത്താൻ സാധിക്കുമോ? ജ്യോതിശാസ്ത്രജ്ഞർ ഇന്ന് ആ വലിയ അന്വേഷണത്തിലാണ്. ഇതിനായി അവർ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗെയ സ്പേസ് ടെലിസ്കോപ്പാണ്. 1.8 ബില്യൺ നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനം, ദൂരം, ചലനം എന്നിവ ഇത് ഒരേ സമയം നിരീക്ഷിക്കുന്നുണ്ട്. ഗായൻ നൽകുന്ന ഡാറ്റ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഒരു ടൈം ട്രാവൽ നടത്തുകയാണ്. നക്ഷത്രങ്ങളുടെ ഇന്നത്തെ ചലനവും വേഗതയും വച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവ എവിടെയായിരുന്നു എന്ന് കണക്കാക്കുന്നു. അങ്ങനെ നമ്മളൊരു പ്രൈം സസ്പെക്റ്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. പേര് HD 162826.
നമ്മളിൽ നിന്ന് 110 പ്രകാശവർഷം അകലെ ഹെർക്കുലീസ് നക്ഷത്ര സമൂഹത്തിലാണ് ഇവനുള്ളത്. ഗവേഷകർ അതിൻ്റെ കെമിക്കൽ DNA, അതായത് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് പരിശോധിച്ചപ്പോൾ അത് സൂര്യനുമായി അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നതായി കണ്ടെത്തി. ഒരേ സമയത്ത് ജനിച്ച, പിന്നീട് വഴിപിരിഞ്ഞുപോയ സൂര്യൻ്റെ യഥാർത്ഥ സഹോദരനാകാം ഇത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തികളിൽ ആ പഴയ കാലഘട്ടത്തിൻ്റെ ചില മുറിപ്പാടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് 2000 മുതൽ 1,00,000 വരെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ കോടിക്കണക്കിന് മഞ്ഞുകട്ടകളും പാറകളും ചിതറിക്കിടക്കുന്ന ഗോളാകൃതിയിലുള്ള ഒരു മേഖലയാണിത്. സൗരയൂഥം മുഴുവൻ ഒരു ഡിസ്ക് പോലെ പരന്നാണ് കിടക്കുന്നതെങ്കിൽ ഊട്ട് ക്ലൗഡ് മാത്രം എന്തിനാണ് ഒരു പന്തുപോലെ സൗരയൂഥത്തെ പൊതിഞ്ഞു നിൽക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ ആ പഴയ അയൽക്കാരുടെ കൈകടത്തൽ നമ്മൾ കാണുന്നത്. സൗരയൂഥം കടന്നുപോയ മറ്റ് നക്ഷത്രങ്ങളോ ഗ്യാസ് ജെയിൻറ്റുകളോ തട്ടിക്കളിച്ച ഒരു ഫുട്ബോൾ പോലെയാണ് ഇവയുടെ അവസ്ഥ. ആ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഇവയുടെ ദിശ മാറി മറിഞ്ഞ് അതൊരു ഗോളാകൃതിയിലായത്. നെപ്റ്റ്യൂണിന് തൊട്ടുപുറത്ത് 30 മുതൽ 50 അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ നീളുന്നു കൈപ്പർ ബെൽറ്റ്. എന്നാൽ 50 അസ്ട്രോണമിക്കൽ യൂണിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ബെൽറ്റ് അവസാനിക്കുന്നു. ഇതിനെ ശാസ്ത്രജ്ഞർ കൈപ്പർ ക്ലിഫ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വെച്ച് ആരോ മുറിച്ചു മാറ്റിയ പോലെ. സൗരയൂഥത്തിൻ്റെ ആദ്യകാലത്ത് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് അകലേക്ക് നീങ്ങിയപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കാരണം കൈപ്പർ ബെൽറ്റിലെ ചില വസ്തുക്കളും ചിതറിക്കപ്പെട്ടു. അതിലൂടെയാകാം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ സെറ്റ്നെ പോലുള്ള ചില ഡ്വാർഫ് പ്ലാനറ്റുകളുടെ ഭ്രമണപഥം വിശദീകരിക്കാൻ നെപ്റ്റ്യൂണിൻ്റെ മൈഗ്രേഷൻ മാത്രം പോരാ. അവിടെ ഒരു ബാഹ്യ ഇടപെടൽ നടന്നേ മതിയാകൂ. 2025 പുതിയ പഠനങ്ങൾ പറയുന്നത് സൂര്യൻ്റെ ബർത്ത് ക്ലസ്റ്ററിൽ വച്ച് സഹോദര നക്ഷത്രങ്ങൾ നടത്തിയ ഗ്രാവിറ്റേഷണൽ ആക്രമണത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ മുറിവുകളെന്നാണ്. തുടക്കത്തിൽ സൂര്യൻ ഒരു വലിയ നക്ഷത്രക്കൂട്ടത്തിലായിരുന്നു. എന്നാൽ സ്റ്റെല്ലാർ വിൻഡും സ്ഫോടനങ്ങളും കാരണം ഈ സ്റ്റാർ ക്ലസ്റ്റർ ചിതറിപ്പോയി. സൂര്യനും ഒപ്പമുണ്ടായ മറ്റു നക്ഷത്രങ്ങളും ക്ഷീരപഥത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി അകന്നുപോയി. ഇതൊക്കെ പഴയ കഥയാണ്. എന്നാൽ അധികം പഴക്കമില്ലാത്ത വെറും 70,000 വർഷം മുൻപ് സംഭവിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ സൗരയൂഥം ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ ഷോൾ സ്റ്റാർ എന്നൊരു നക്ഷത്രം നമ്മുടെ ഊട്ട് ക്ലൗഡിനെ ഉരസിപ്പോയി. വഴിതെറ്റി വന്ന ആ സഞ്ചാരി നമ്മുടെ സൗരയൂഥത്തിൽ എന്താണ് ചെയ്തത്? അതൊരു വലിയ കഥയാണ്. ആ മിസ്റ്ററി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. സൗരയൂഥത്തിൽ ഒന്നിലധികം നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആകാശവും രാവും പകലുമൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. Please subscribe for more update. This is InfoTime signing off.